2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറോളം ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്താണ് പറയാൻ പോകുന്നത്. ഏകദേശം എന്തൊക്കെയോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ആൻഡപ്പൻ ടോക്കീസിലേക്ക് ആൻഡപ്പൻ എത്തി. ഇനിയിപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനൊക്കെ മുമ്പായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം വന്ന മൂവിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒറ്റയ്ക്ക് കയറി വന്നവനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒറ്റയ്ക്ക് കയറി വരാനായിട്ട് നിങ്ങളൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 90% കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക, ഷെയർ ചെയ്യുക. അതൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പക്ഷേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആവേശം മൂവിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ആക്ച്വലി ഞാൻ വർഷങ്ങൾക്ക് ശേഷവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയിലൂടെയാണോ ഞാൻ ഈ മൂവി കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചവരോടും നമ്മുടെ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മൂവി ഡിസ്കഷൻസൊക്കെ വെക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പല വിഷ്വൽസും പുറത്ത് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്താണ് പറയാൻ പോകുന്നത്. ഏകദേശം എന്തൊക്കെയോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആൻഡ് കുറേ ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, വിനീതേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് സിനിമാ ജീവിതം എങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു സിനിമയായിരിക്കും എന്നുള്ളത്. ആൻഡ് അതാണ് ഈ സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിൽ രണ്ട് കൂട്ടുകാരുടെ സ്റ്റോറിയിലൂടെയാണ് സിനിമയ്ക്കുള്ളിലെ സിനിമ അവർ പറഞ്ഞു പോകുന്നത്. വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ആ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറോളം ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഫസ്റ്റ് ഹാഫ് ചെറിയ പനിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ഒരു ഇച്ചിരി മാറിയിരിക്കുന്നത്. യെസ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് വാസ് ലൈക്ക് ഇങ്ങനെ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ആ പഴയ കാലം ആ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. അതിലവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഒരു ഫാക്റ്റാണ്. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എന്നെ പിടിച്ചിരുത്താൻ മാത്രമുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിനീതേട്ടൻ, ഞാനൊരു പോയിൻ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിനീതേട്ടൻ എന്തുകൊണ്ടാണ് അടിപൊളിയാവുന്നത്. മറ്റ് ഡയറക്ടേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരാളും, ഇപ്പം നമ്മളെല്ലാവരോടും ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളൊരു ഡയലോഗാണ്, നമ്മളൊക്കെ സക്സസ് ആകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക. പക്ഷേ വിനീതേട്ടൻ അങ്ങനെ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മൾ സക്സസ് ആയിട്ടുള്ളവരെയും കൂടെ, അല്ലെ, നമ്മൾ സക്സസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവരെയും കൂടെ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നിവിൻ പോളി ആവട്ടെ, ഒരുപാട് ആക്ടേഴ്സ് ആവട്ടെ, അവർക്കൊക്കെ കരിയറിൽ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ്സും കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരാളെ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, എനിക്കല്ലേ അവനെ അറിയുള്ളൂ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, അല്ലെങ്കിൽ അവന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ആ കാര്യത്തിൽ വിനീതേട്ടൻ നിവിൻ പോളിക്ക് കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്പേസാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. കാര്യം ഈ മൂവി പറഞ്ഞു പോകുന്നത് ധ്യാനിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്തിട്ടുള്ള 2 ക്യാരക്ടേഴ്സിലൂടെ ആണെങ്കിൽ പോലും നിവിൻ ആ കുറച്ച് നേരം സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ആ സമയങ്ങൾ, കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നിവിൻ്റെ അല്ല, പക്ഷെ ആ വന്നിട്ടുള്ള സമയം നിവിൻ അങ്ങോട്ട് അഴിഞ്ഞാടുമായിരുന്നു. ഒറ്റയ്ക്ക് വന്നവനാടാ, അതുകൊണ്ട് ബഹുമാനിക്കാൻ നോക്കണം. ആ സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളി. ആ സാധനം ഉണ്ടല്ലോ, കൈ അടിച്ചില്ലെങ്കിൽ നിങ്ങൾ മലയാള സിനിമയെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോഴൊക്കെ പലപ്പോഴും ഞാനും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു പോയിൻറ്റും കൂടെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഐ വാസ് ഹാപ്പി. പനി കാരണം പറയുന്നതൊക്കെ ഇടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ട്, പക്ഷേ എന്നാലും ഐ വാസ് ഹാപ്പി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ മാത്രം ഞാൻ ഈ പടം നിർത്തിയായിരുന്നെങ്കിൽ സത്യം പറയാലോ എനിക്ക് ഇഷ്ടാവില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ എനിക്ക് തോന്നിയൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനെ നമ്മളെല്ലാവരും പറയും ഇൻ്റർവ്യൂ കിങ് ആണെന്ന്. എന്നാലല്ല, ധ്യാന് നല്ല രീതിയിൽ അഭിനയിക്കാനും പല മുഹൂർത്തങ്ങൾ അടിപൊളിയാക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് ഈ സിനിമയിലൂടെ ഒരു നല്ല ഡയറക്ടർ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് കേട്ടോ. നല്ല ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് പറയും, നമ്മൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ പറയും, കറക്റ്റ് ക്യാപ്റ്റൻ്റെ അണ്ടറിൽ കറക്റ്റ് പ്ലേയേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്കറിയാം. എസ്പെഷ്യലി ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിൽ. അതാണ് ഇവിടെ വിനീത് ചെയ്തിട്ടുള്ളത്.
വിനീതിൻ്റെ കയ്യിൽ കിട്ടി. വിനീത് അതിനെ മാക്സിമം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് നമുക്ക് തരിക എന്ന് പറയില്ലേ, അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ഞാൻ അടിപൊളിയായിട്ടാണ് ചില മുഹൂർത്തങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അതായത് ക്ലോസപ്പ് ഷോട്ടിലൊക്കെ പുള്ളി ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ധ്യാൻ, പ്രണവ് എനിക്ക് പലപ്പോഴും പ്രണവിനെ സ്ക്രീനിൽ കാണുമ്പോൾ ലാലേട്ടനെ കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അത് കാണുമ്പോൾ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. ലാലേട്ടനാണ് എന്നാണ് എനിക്ക് പല മുഹൂർത്തങ്ങളിലും എനിക്ക് തോന്നിയത്. അതുപോലെ എനിക്ക് ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സോങ്സ് പലതും റിലീസായപ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഷിയോൺ എൻ്റെ വൈഫ്, അവൾ പാട്ടിനോടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഈ പാട്ടുകൾ ഇറങ്ങി ആ സമയത്ത് തന്നെ കേൾക്കും. അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ഇതിലിറങ്ങിയ സോങ്സൊക്കെ, റിലീസായ സോങ്സൊക്കെ മൂവിക്ക് മുമ്പ്. അപ്പോൾ വലിയൊരു എന്താ പറയുക, സോങ്സിലൊരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിനകത്തൊരു തമിഴ് സാധനം ഇറക്കി വെച്ചിട്ടുണ്ടെന്മാർ, എൻ്റെ പൊന്നെ, അത് വിഷ്വലും തിയേറ്ററിലും കൂടെ കഴിഞ്ഞ് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം മൂവി എല്ലാവരെയും ഹാപ്പി ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് ഫീലൊക്കെ തരുന്നുണ്ട് പടം. പക്ഷേ വാവ് ഫാക്റ്റ് ഒന്നും പറയാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലുള്ള 3 സിനിമകളും അത്യാവശ്യം അടിപൊളി സിനിമകൾ തന്നെയാണ്, പോയി കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ചിൽ കുപ്പിച്ചിൽ. ആൻഡ് അപ്പൻ സൈനിങ് ഓഫ്.